രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ വിജയകരമായ 100 വർഷത്തെ അതിൻ്റെ പ്രയാണത്തിന് കാരണമായിട്ടുള്ള അനവധി ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് സംഘത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ജിയുടെ വ്യക്തിജീവിതത്തിൻ്റെ സവിശേഷതകളും അദ്ദേഹം സംഘത്തിന് വേണ്ടി സമ്പൂർണമായി ജീവിതം ത്യജിച്ച് സമർപ്പിച്ച് വരും തലമുറക്ക് പിന്തുടരാവുന്ന എല്ലാ അർത്ഥത്തിലുമുള്ള മാതൃകയായിരുന്നു ഡോക്ടർ ജി. ഉന്നതമായ വിദ്യാഭ്യാസം നേടി, ഡോക്ടർ ബിരുദം നേടി, ഒരു ദിവസം പോലും ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാതെ സമ്പൂർണമായി രാഷ്ട്രഹിതത്തിനു വേണ്ടി അദ്ദേഹം ജീവിച്ചു. തിരിച്ച് ബംഗാളിൽ നിന്ന് ഡോക്ടർ ബിരുദം നേടി നാഗ്പൂരിൽ വന്നതിന് ശേഷം നാഗ്പൂരിലെ പൊതുപ്രവർത്തന രംഗത്ത് കോൺഗ്രസ്സിലൂടെയും കുറേയൊക്കെ വിപ്ലവകാരിയുമായിട്ടുള്ള സമ്പർക്കങ്ങൾ നിലനിർത്തിക്കൊണ്ടും അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീടാണ് അദ്ദേഹം അതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ചരിത്ര വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാതെ, ഹിന്ദു സമാജത്തിന് രാഷ്ട്രഭക്തി ഉണ്ടാക്കാതെ, ഹിന്ദു സമാജത്തിനകത്തുള്ള ജാതി വ്യത്യാസങ്ങളെ മാറ്റി ഏകരസമായി ഹിന്ദു സമാജത്തെ സൃഷ്ടിക്കാതെ ഈ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുത്താലും അത് സംരക്ഷിക്കണമെങ്കിൽ ഈ നാട്ടിലെ ദേശീയ ജനത ഉദ്ബുദ്ധരാകണം, സംഘടിതരാകണം, ആദർശത്താൽ പ്രേരിതരായി ജീവിക്കണം എന്ന ബോധത്തിലാണ് അദ്ദേഹം രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിച്ചത്. അദ്ദേഹം സംഘം സ്ഥാപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം സമ്പൂർണമായി സമാജഹിതത്തിനായി, സംഘത്തിൻ്റെ ഹിതത്തിനായി അദ്ദേഹം പുനരാവിഷ്കരിച്ചു. പൊതുവെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി വളരെ ശുണ്ഠിക്കാരാണ് എന്ന് പറയാറുണ്ട്. അതിൻ്റെ അനവധി ഉദാഹരണങ്ങളുണ്ട്. ഡോക്ടർ എഡ്ഗവാറും അതേപോലുള്ള പ്രകൃതക്കാരനായിരുന്നു. പക്ഷെ സംഘം ആരംഭിച്ചതിന് ശേഷം സമ്പൂർണമായി അദ്ദേഹം ഒരു സംയമിതമായ പ്രകൃതത്തിൻ്റെ ഉടമയായി, കൊച്ചു കുട്ടികളോട് പോലും സ്നേഹപൂർവ്വം പെരുമാറുന്ന ഒരു വ്യക്തിയായി, യാതൊരു ഭേദവ്യത്യാസങ്ങളും ഇല്ലാതെ ഹിന്ദു സമാജത്തിലെ എല്ലാവരെയും സമീപിക്കുന്ന ഒരു സർവാശ്ലേഷിത്വം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ നിറഞ്ഞു നിന്നു. സംഘടന 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 എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രം. ഓർഗനൈസേഷൻ ഫോർ ഓർഗനൈസേഷൻ സേക്ക് എന്ന് തന്നെ അന്നൊരു വാക്കുണ്ടായിരുന്നു. എന്തിനാണ് ഹിന്ദുക്കളെ സംഘടിപ്പിക്കുന്നത്? സംഘടനയുണ്ടാക്കാൻ. സംഘടന എന്തിനാണ്? ഹിന്ദുക്കളെ സംഘടിപ്പിക്കാൻ. ഈ ഒരു ലക്ഷ്യത്തിൽ അദ്ദേഹം സംഘം തുടങ്ങിയതിന് ശേഷമുള്ള 15 വർഷം എരിച്ചു തീർത്തപ്പോൾ, ഒരു ദീപനാളം പോലെ കത്തിയെരിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഭയിൽ എത്രയെത്ര ആയിരക്കണക്കിന് യുവാക്കൾക്ക് ജീവിത വീക്ഷണം കിട്ടി. ആ ജീവിത വീക്ഷണത്തെ അതേപടി വരും തലമുറയിലേക്ക്, പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു കർമ്മ പദ്ധതിയും ശാഖയിലൂടെ അദ്ദേഹം രൂപവൽക്കരിച്ചു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് ആപ്തേജി മുതൽ ആരംഭിച്ച പ്രചാരക പരമ്പര ഇന്ന് അനുസ്യൂതമായി തുടരുന്നത്. അതുകൊണ്ട് സംഘത്തിൽ വരുന്ന ഏത് സ്വയംസേവകനും അവരുടെ പ്രേരണാ കേന്ദ്രമായി ഡോക്ടർ എഡ്ഗവാറിനെ കാണുന്നു എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. അതേസമയത്ത് തന്നെ വ്യക്തി ആരാധന എന്നുള്ളത് സംഘത്തിലില്ല. ഡോക്ടർ ജിയും അത് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം സർസംഘചാലകായി അവരോധിക്കപ്പെട്ട് സംഘടനാ കാര്യത്തിന് വേണ്ടി തീവണ്ടിയിൽ യാത്ര ചെയ്ത് ഏതെങ്കിലും സ്റ്റേഷനിൽ എത്തുമ്പോൾ പ്രവർത്തകർ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കാൻ പുറപ്പെട്ടാൽ അദ്ദേഹം അത് നിഷേധിച്ചിരുന്നു. കൂടെയുള്ള സംഘചാലകനെ മാലയിടിക്കൂ, ഞാൻ സംഘത്തിൻ്റെ വിനീതനായ ഒരു ദാസനാണ്. ഈ നിലയിലുള്ള സമർപ്പിത ജീവിതം അത് ഡോക്ടർ എഡ്ഗവാറിലൂടെ സ്വയംസേവർ കണ്ടുപഠിച്ചു, പിന്തുടർന്നു. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഇന്ന് ആ ആദർശ നിർഭരമായ ഒരു ജീവിതശൈലി വളർന്നു. അതുകൊണ്ട് സംഘത്തിൻ്റെ ശാഖകളിൽ ഡോക്ടർ ജിയെ പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ ഡോക്ടർ ജിയെ സ്മരിക്കുന്ന, ഡോക്ടർ ജിയെ പ്രണമിക്കുന്ന ഗീതങ്ങൾ പാടാറുണ്ട്. അതിലൊന്നാണ് ഇന്ന് ഇവിടെ പാടുന്നത്. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാ നമ്രം,
നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ, ഭാരത ഭാഗ്യവിധാതാവേ. എരിഞ്ഞു നീറി നിന്നുടെ ഹൃദയം തിങ്ങിടുമഴലാലേ, ചൊരിഞ്ഞു കണ്ണീരിരവും പകലും ഹൃദയവ്യതയാലേ. ഉഴിഞ്ഞു വെച്ചു ജീവിതമഖിലം ജനനീ ചരണത്തിൽ, പ്രതിജ്ഞ ചെയ്തു പുനരപി ഭാരത വിജയക്കൊടി നാട്ടാൻ, ഭാരത വിജയക്കൊടി നാട്ടാൻ. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാ നമ്രം, നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ, ഭാരത ഭാഗ്യവിധാതാവേ. ഡോക്ടർ ജി എന്ന് പിന്നീട് അറിയപ്പെട്ടിരുന്ന ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗവ അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ജന്മജാത ദേശഭക്തനാണ് എന്നൊരു വാക്ക് പറയാറുണ്ട്. കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിൽ ബോൺസ്ലെ രാജാക്കന്മാരുടെ ആ കോട്ടയിൽ പാറിപ്പറന്നിരുന്ന യൂണിയൻ ജാക്ക് അത് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തി. അത് താഴ്ത്താനായിട്ട് അവിടെ ഭാരതത്തിൻ്റെ കാവ്യപതാക പറപ്പിക്കാനായിട്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി ഒരു തുരങ്കമുണ്ടാക്കി ആ ബോൺസ്ലെ കോട്ടയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു സംഭവമുണ്ട്. അത് കണ്ടുപിടിക്കപ്പെട്ടു. അദ്ദേഹത്തെ ശാസിച്ചെങ്കിലും ഉദ്ദേശം വളരെ മഹത്തരമാണ് എന്ന് ഇളയച്ചൻ മനസ്സിലാക്കിയിരുന്നു. ഇതുപോലെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിക്ടോറിയ രാജ്ഞിയുടെ ജന്മദിനത്തിന് കൊടുത്ത മധുരപലഹാരം അദ്ദേഹം വലിച്ചെറിഞ്ഞു. വന്ദേമാതരത്തെ നിരോധിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കുട്ടികളെ ചേർത്ത് വന്ദേമാതരം അദ്ദേഹം സ്കൂളിൽ പാടി സ്കൂളിൽ നിന്ന് ബഹിഷ്കൃതനായി. അദ്ദേഹത്തിൻ്റെ ബന്ധുവീട്ടിൽ പോയി താമസിക്കുമ്പോൾ അവിടെ നടക്കുന്ന വിജയദശമി ആഘോഷത്തിൽ അദ്ദേഹം ജനങ്ങളെല്ലാം ചേർത്തിട്ട് ഒരു സ്വാതന്ത്ര്യബോധം അവരിൽ അങ്കിരിപ്പിക്കപ്പെടാനുള്ള നടപടികൾ നടത്തി. അത് ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ കരടായി മാറി. ഇങ്ങനെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ എരിഞ്ഞു നീറി നിന്നുടെ ഹൃദയം വ്യഥയാലേ എന്ന വരികൾ അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണീര് ചൊരിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രാഷ്ട്രത്തെപ്പറ്റി ചിന്തിച്ചിരുന്നത്. അവസാന കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ ഈ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ കണ്ണുനീര് വന്നിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിലുള്ള ദേശഭക്തിയുടെ വളരെ സവിശേഷമാർന്ന അനുകരണീയമായ ഒരു മാതൃകയായിരുന്നു. ഭവാന്റെ ഉൽക്കട തപോവ്രതത്തിൽ തടസ്സമുണ്ടാക്കാൻ ജഗത്തിലുണ്ടോ മായാബന്ധം ജീവൻ മുക്തൻ നീ. വിശുദ്ധമാം നിൻ ജീവിത ദീപം രാഷ്ട്രപ്രേമത്തിൽ വെളിച്ചമേകാൻ നിമിഷം തോറും കത്തിയെരിച്ചു നീ, മഹാശയ കത്തിയെരിച്ചു നീ. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാ നമ്രം, നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ, ഭാരത ഭാഗ്യവിധാതാവേ. അദ്ദേഹത്തിൻ്റെ പഠനം കഴിഞ്ഞ് നാഗ്പൂരിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ മരിച്ചതുകൊണ്ട് ഇളയച്ചനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷകനായിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായും ഡോക്ടർ ബിരുദം നേടിയ ഒരു ചെറുപ്പക്കാരനെ വിവാഹം കഴിപ്പിക്കണം എന്ന് അവരാഗ്രഹിച്ചു. അതിനുള്ള ആലോചനകളൊക്കെ നടത്തിയപ്പോൾ കേശവൻ പറഞ്ഞത്, ഞാനേതായാലും ഈ രാഷ്ട്രഹിതത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ചിന്തക്ക് സ്ഥാനമില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ വിവാഹം എന്നുള്ള മായാബന്ധം എന്ന് നമുക്കൊരു വാക്കിൽ പറയാം. എന്നാലും സ്വാഭാവികമായും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ആ ഒരു ജീവിതക്രമം അത് അദ്ദേഹം പിന്തുടരാൻ തയ്യാറായില്ല. പരിപൂർണമായി രാഷ്ട്രഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ
അദ്ദേഹം നേടിയ ബിരുദത്തിനനുസരിച്ച ജോലിയോ അദ്ദേഹത്തിൻ്റെ പ്രായം ആവശ്യപ്പെടുന്ന തരത്തിൽ ഒരു കുടുംബജീവിതത്തിലേക്കുള്ള തിരിഞ്ഞു നോട്ടമോ അല്ലെങ്കിൽ ഒരു നോട്ടമോ ഒന്നും അദ്ദേഹം നടത്തിയില്ല. അതുകൊണ്ട് ജഗത്തിൻ്റെ യാതൊരു മായാബന്ധങ്ങളും സ്പർശിക്കാതെ സമ്പൂർണമായി രാഷ്ട്രഹിതത്തിന് നീ ജീവിച്ചു എന്നുള്ളത് സ്വയം സേവകൻ ഡോക്ടർ ജിയെ പറ്റി മനസ്സിലാക്കുന്നു. ജനിച്ച നാൾ തൊട്ടന്തിമ നിമിഷം വരെയും ത്യാഗനിതേ, ഭവാന്റെ ജന്മം വിശ്രമശൂന്യം കണ്ടക സങ്കീർണം, അനാദിനാളായി അണയാതെരിയും രാഷ്ട്രബലിത്തീയിൽ സ്വജീവ പുഷ്പം സ്വന്ത കരത്താൽ ആഹുതി ചെയ്തു നീ, മഹാശയ ആഹുതി ചെയ്തു നീ. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാ നമ്രം, നമസ്കരിപ്പു കേശവ ഭാരത ഭാഗ്യവിധാതാവേ, ഭാരത ഭാഗ്യവിധാതാവേ. ഡോക്ടർ ജി സ്വയം ചിന്തിച്ചിരുന്നതും ഡോക്ടർ ജി സ്വയംസേവകരോടന്ന് പറഞ്ഞതും ഇന്നും സംഘത്തിലെ സ്വയംസേവകർ വിശ്വസിക്കുന്നതുമായ കാര്യം, ഈ രാഷ്ട്രഹിതത്തിനായുള്ള പ്രവർത്തനം കേവലം രാഷ്ട്രീയ സ്വയംസേവക സംഘം ആദ്യമായി ആരംഭിച്ചതല്ല. അനാദി നാളായി ഈ നാട്ടിൽ നടക്കുന്ന വിവിധ കൈവഴികളിൽ ഈ രാഷ്ട്രത്തിൻ്റെ സത്വത്തെ, ആത്മാവിനെ, സ്വാതന്ത്ര്യബോധത്തെ, തനിമയെ, ധർമ്മബോധത്തെ, ധർമ്മ സംസ്കൃതിയെ ഒക്കെ രക്ഷിക്കുവാൻ നടന്നിട്ടുള്ള പരിശ്രമങ്ങളുടെ ഇന്നത്തെ പേരാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ളത്. അതുകൊണ്ട് സ്വയംസേവകരുടെ മനസ്സിൽ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം നവീനമായൊരു പ്രവർത്തനമാണ്, തങ്ങൾ മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവനയില്ല. ഇത് അനാദി നാളായിട്ട് ഈ രാഷ്ട്രത്തിൻ്റെ ആത്മശക്തി എരിയുന്നത് കെട്ടുപോകാതിരിക്കാൻ അതിനെ സംരക്ഷിക്കുന്ന പ്രവർത്തനം ഇന്ന് സംഘം ചെയ്യുന്നു. ആ ഒരു പ്രവൃത്തി നടത്തിക്കൊണ്ടുപോകുന്നതിന്, ആ അഗ്നിയെ നിലനിർത്തുന്നതിന് അദ്ദേഹം സ്വന്തം ജീവിതം ആഹുതി നൽകി, സ്വന്തം കൈകൾ കൊണ്ട് ജീവിതം തന്നെ ആഹുതി നൽകി എന്ന് സ്വയംസേവകർ വിശ്വസിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത പാഠം. എന്ന് മാത്രമല്ല, സംഘം തുടങ്ങുന്നതിന് മുൻപും അദ്ദേഹം രാഷ്ട്രഭക്തിയുടെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ പ്രവർത്തനം ചെയ്തു. വിശേഷിച്ച് സംഘം തുടങ്ങിയതിന് ശേഷം ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ, അതാണ് അന്തിമ നാൾ വരേക്കും എന്ന് പറയുന്നത്. അപ്പോൾ അന്തിമ നാൾ വരേക്കും അദ്ദേഹം രോഗഗ്രസ്തനായി കിടക്കുമ്പോഴും അദ്ദേഹത്തെ കാണാൻ വന്ന ചെറുപ്പക്കാരെ, അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന പ്രവർത്തകന്മാർ അദ്ദേഹത്തിന് അസുഖമാണ്, ഇപ്പോൾ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ട ഡോക്ടർ ജി ബീഹാറിലൊരു സ്ഥലത്ത് അന്നത്തെ കാലത്ത് ഉഷ്ണജലം കൊണ്ട് കുളിക്കുന്ന ഒരു സങ്കേതത്തിൽ അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ചികിത്സക്ക് പോയപ്പോൾ അദ്ദേഹം കൂടെ നിന്ന പ്രവർത്തകനോട് ചോദിച്ചു, എന്താണ് ആരാണ് സംസാരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ചില ചെറുപ്പക്കാർ അങ്ങയെ കാണാൻ വന്നിട്ട്. അദ്ദേഹം പറഞ്ഞു, അവരെ വിളിക്കൂ, ഞാൻ അവരോട് സംസാരിക്കട്ടെ. അപ്പോൾ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരേക്കും ആ ഒരു രാഷ്ട്രകാര്യത്തിനുള്ള ത്വര, തൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റിവെച്ച് സമാജകാര്യം ചിന്തിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സ്, അതാണ് ജനിച്ച നാൾ തൊട്ട് അന്തിമ നിമിഷം വരേക്കും എന്ന് ഈ വരികളിൽ പാടിയത്. അങ്ങനെ വിശ്രമമില്ലാത്ത അദ്ദേഹത്തിൻ്റെ ജീവിതം അത് കണ്ടക സങ്കീർണമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടത്തെ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഹിന്ദുക്കൾ സ്വയം ഹിന്ദുക്കളാണെന്ന് കരുതിയിരുന്നില്ല. ജാതിയുടെ പേരിൽ വിഭജിക്കപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണം, ബ്രിട്ടീഷുകാരുടെ രഹസ്യ പോലീസ് നിരന്തരമായി ഇദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. അദ്ദേഹത്തിന് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചു പ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയും പ്ലാഗ് വന്ന് മരിച്ചുപോയിരുന്നു. ഇങ്ങനെ അനവധി കണ്ടകങ്ങൾ അദ്ദേഹത്തിൻ്റെ മാർഗത്തിലുണ്ടായിരുന്നെങ്കിലും അതൊന്നും അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തെ പിന്തിരിപ്പിച്ചില്ല. അദ്ദേഹം ആ വഴിയിൽ നിരന്തരമായി സഞ്ചരിച്ചു എന്നത് ഈ വരികളിൽ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഭവാനൊരാളിന്നോ ലക്ഷം വിത്തിതുവന്മരമായി, ഭവാനൊരാളന്നിന്നോ ലക്ഷം വിത്തിതുവന്മരമായി, അതിൻ്റെ സാന്ദ്രഛായയിലുലകം സമാശ്വസിക്കുന്നു. വെളിച്ചമേക്കാതനിശം ബീജം ശ്വാസം മുട്ടേണം, മുളച്ചു പൊങ്ങി പുഷ്പം ചൂടാൻ പാരിനു തണലേകാൻ, എന്നും പാരിനു തണലേകാൻ.
നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാ നമ്രം. നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ, ഭാരത ഭാഗ്യവിധാതാവേ. ഏതൊരു പ്രവൃത്തിയും അത് ചെയ്തു തുടങ്ങുന്ന നാളിൽ തന്നെ അതിൻ്റെ സദ്ഫലങ്ങൾ ലഭിക്കാൻ സാധ്യമല്ല. കഠിനമായ വെല്ലുവിളികളും കഠിനമായ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും തൻ്റെ പ്രവൃത്തി സത്യസന്ധമാണെന്നും തൻ്റെ പ്രവൃത്തി പരിണാമകാരിയാണെന്നും ഉള്ള ബോധ്യത്തോടുകൂടി ആ ധർമ്മമാർഗത്തിൽ, പ്രവൃത്തി മാർഗത്തിൽ ആരാണോ ഉറച്ചു നിൽക്കുന്നത് ആ വ്യക്തിക്ക് മാത്രമേ ഭാവിയിൽ ഫലം കിട്ടുകയുള്ളൂ. അതാണ് ഈ വരികളിൽ പറയുന്നത്. ഏതൊരു വിത്തും മുളച്ചു പൊങ്ങി അതിൻ്റെ പുഷ്പങ്ങളോ ഇലകളോ അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഫലങ്ങളോ ഒക്കെ ലഭിക്കണമെങ്കിൽ ആദ്യം ആ വിത്ത് ദീർഘകാലം ശ്വാസം മുട്ടി മണ്ണിനടിയിൽ കിടക്കണം. ഡോക്ടർ എഡ്ഗാറിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 1940 ശരീരം വെടിയുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും സംഘം എത്തിയത് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സംഘപ്രവർത്തനം വളർന്ന് വികസിച്ച് സമാജത്തിന് കുളിരും തണലുമേകിക്കൊണ്ട് വർദ്ധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു വിരാട് രൂപം സംഘത്തിന് ഉണ്ടാകുന്നതിന് കാരണമായതെന്താണ്? ഡോക്ടർ എഡ്ഗവാറിൻ്റെ ആ ശ്വാസം മുട്ടിയുള്ള ജീവിതം, ഡോക്ടർ എഡ്ഗവാറിൻ്റെ പ്രശസ്തി ഇല്ലാത്ത ജീവിതം, പ്രശസ്തി കാക്ഷിക്കാത്ത ജീവിതം, അദ്ദേഹത്തിൻ്റെ യാതൊരു സുഖസൗകര്യങ്ങളും പ്രതീക്ഷിക്കാത്ത ജീവിതം. അദ്ദേഹം അന്ന് സ്വന്തമായ സാമ്പത്തികമായ ഒരു സംവിധാനവും ഇല്ലാതെ വളരെ വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് നടന്ന് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടും ഈ ആദർശത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അതുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിന് മുഴുവൻ ഗുണകരമായ ആ ഒരു വളർച്ച, അന്നത്തെ ഒരു വിത്ത് ഇന്ന് 1,00,000 വിത്തുകളായി മാറി എന്ന് നമ്മൾ പാടുമ്പോൾ, ഡോക്ടർ ജെ സ്മരിക്കുമ്പോൾ, അങ്ങനെയുള്ളൊരു വിശാലമായ വൃക്ഷത്തിൻ്റെ കീഴിൽ ഇന്ന് ലോകം മുഴുവൻ ആശ്വസിക്കുമ്പോൾ അത്തരമൊരു സമാശ്വാസം നൽകുന്നതായ സംഘടന വളർന്നു വരാൻ ശ്വാസം മുട്ടിക്കൊണ്ട് പ്രശസ്തി ആഗ്രഹിക്കാതെ പ്രശസ്തി പരാന്മുഖനായി അദ്ദേഹം എല്ലാ കഠിന പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ട് സ്വയം പ്രവർത്തിച്ചു. അതിൻ്റെ സദ്ഫലമാണ് ഇന്ന് വലിയൊരു വൃക്ഷമായി ലോകത്തിന് മുഴുവൻ സമാശ്വാസം നൽകുന്നത് എന്നാണ് ഈ വരികളിൽ നമ്മൾ പറയുന്നത്. മറഞ്ഞുപോയി നിൻ സ്ഥൂല ശരീരം മായാലോകത്തിൽ, നിലച്ചുപോയി നിൻ ഭൗതിക ശബ്ദം മാനവകർണത്തിൽ, യഥാർത്ഥ രാഷ്ട്രപ്രേമികൾ ചൊരിയും ബാഷ്പജലത്താലേ പവിത്രമാം നിൻ സ്മരണ മഹാശയ ഞങ്ങൾ കാലംബം, മഹാശയ ഞങ്ങൾ കാലംബം. നമസ്കരിപ്പൂ ഭാരതമമ്മേ സ്മരണയാ നമ്രം. നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ, ഭാരത ഭാഗ്യവിധാതാവേ. ഡോക്ടർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ യാജി ഡോള യാജി ദേഹി എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. ഇതേ ശരീരവും ഇതേ കണ്ണും കൊണ്ട് എനിക്ക് ലക്ഷ്യം കാണണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്കടമായ അഭിവാഞ്ച. അപ്പോൾ ഇതേ ശരീരവും ഇതേ കണ്ണും കൊണ്ട് ലക്ഷ്യം കാണണമെന്ന ആഗ്രഹം സബലീകരിക്കാൻ കഴിയാതെ അദ്ദേഹം ശരീരം വിട്ടു പോയെങ്കിലും, അങ്ങനെ പറയുന്നതും സത്യത്തിൽ ശരിയല്ല. ഭാരതവ്യാപകമായി സംഘടനയുടെ വ്യാപനം അദ്ദേഹം കണ്ടു. എങ്കിലും സമ്പൂർണമായി ഭാരത സ്വാതന്ത്ര്യം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം ശരീരം വെടിയുമ്പോൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ശരീരം വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ഥൂല ശരീരം ഈ മായാലോകത്ത് അതിൻ്റെ അനിവാര്യമായ ആ ഒരു വിലയം നടന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കർണപുടത്തിൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന ശബ്ദം നിലച്ചുപോയെങ്കിലും ഇന്നും യഥാർത്ഥരായിട്ടുള്ള രാഷ്ട്രസ്നേഹികൾ അവരുടെ സ്നേഹനിർഭരമായ ബാഷ്പജലം കൊണ്ട് അങ്ങയുടെ സ്മരണയുടെ മുമ്പിൽ സ്ഥിരം അഭിഷേകം നടത്തുന്നു എന്ന് നമ്മൾ ഓർക്കുകയാണ്. മരിച്ചുപോയി നീ അണുവണുവായി ഞങ്ങൾക്കുയിരേകാൻ, ജ്വലിച്ചു നീ ഞങ്ങൾക്കുയരാൻ
മാർഗം കാണിക്കാൻ. വിശിഷ്ടമാം നിൻ ജീവിതമുജ്വലമാശയഗംഭീരം, പവിത്രമുഗ്രം മരണാതീതം ഞങ്ങൾ കാലംബം, എന്നും ഞങ്ങൾ കാലംബം. അതാ കിഴക്കൻ മലകളിലരുണിമ കളഭം പൂശുന്നു, പ്രപഞ്ചമേതോ സത്യയുഗത്തിൻ പ്രതീക്ഷ കൊള്ളുന്നു. അജയ്യശക്തി തികവാർന്നുയരും ഭാരതഭാവി ഗുരോ, ഭവാന്റെ ദുർഗ്രഹ ജീവിത തത്വം വാഴ്ത്തിപ്പാടിയിടും, എന്നും വാഴ്ത്തിപ്പാടിയിടും. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാ നമ്രം, നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ, ഭാരത ഭാഗ്യവിധാതാവേ. ഡോക്ടർ ജിയുടെ കാലശേഷം പരമപൂജ്യ ഗുരുജി സംഘത്തിൻ്റെ സർസംഘചാലകായി. ഗുരുജിയുടെ കാലഘട്ടം സംഘത്തെ നിരോധിച്ച കാലഘട്ടം, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനോടനുബന്ധിച്ച് ഭാരത വിഭജനം നടന്ന കാലഘട്ടം, അങ്ങനെ അനവധി വെല്ലുവിളികളുടെ കാലഘട്ടമായിരുന്നു. അതിലെല്ലാം നെടുനായകത്വം വഹിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് വാഗ്മിയായ ഗുരുജി ഗോൾവാൾക്കറെ ലോകത്തിന് അറിയാമായിരുന്നു. സംഘത്തെ നിരോധിച്ച കാലത്ത് സർക്കാരുമായി സംവദിക്കാനും എഴുത്തുകുത്തുകൾ നടത്താനും ഒക്കെ മുന്നോട്ട് വന്ന ഗുരുജി ഗോൾവാൾക്കറെ സംഘത്തിന് അറിയാമായിരുന്നു. പക്ഷേ ഡോക്ടർ എഡ്ഗവാർ 1925 മുതൽ 40 വരെ സംഘത്തിൻ്റെ പ്രവർത്തനം നാഗ്പൂരിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഭാരതം മുഴുവൻ വ്യാപിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതം ആർക്കും അറിയാമായിരുന്നില്ല. 1989 ഡോക്ടർ ജിയുടെ ജന്മത്തിൻ്റെ 100ാം വർഷം പ്രമാണിച്ച് ഭാരതം വ്യാപകമായി ഡോക്ടർ എഡ്ഗവാർ ജന്മശതാബ്ദി സേവാ സമിതിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ പടങ്ങൾ പ്രദർശിപ്പിച്ചപ്പോഴാണ് ജനങ്ങൾ ചോദിക്കുന്നത്, ഈ തൊപ്പിക്കാരൻ ആരാണ്? പലരും അദ്ദേഹത്തിൻ്റെ തൊപ്പി കണ്ടിട്ട് ഇദ്ദേഹം വല്ല മുസ്ലിം മതാവലംബിയാണോ എന്ന് പോലും തെറ്റിദ്ധരിച്ചിരുന്നു. അത്രമാത്രം പ്രസിദ്ധി ആഗ്രഹിക്കാത്ത അദ്ദേഹത്തിൻ്റെ ജീവിതം എരിഞ്ഞടങ്ങിയത് ഈ രാഷ്ട്രത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ 89 ശേഷം ലോകം മുഴുവൻ മാനിക്കുന്ന, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ മഹത്വം, സംഘടനാ പടുത്വം, അദ്ദേഹത്തിൻ്റെ ആദർശ സുരഭിലമായ ജീവിതം, വ്യക്തി നിരാസത്തിൻ്റെതായ അദ്ദേഹത്തിൻ്റെ ശൈലി, പ്രവർത്തകരെ വളർത്തിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇതെല്ലാം തന്നെ ലോകം അംഗീകരിച്ചു. അപ്പോൾ ഇന്ന് ഈ രാഷ്ട്രത്തിൻ്റെ കിഴക്കൻ ചക്രവാളത്തിൽ ഒരു പുതിയ സൂര്യോദയം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞു. ആ പുതിയ സൂര്യോദയം അത് ഭാരതത്തിനെ ലോകഗുരുവാക്കി തീർക്കുന്നതാണ്. ലോകഗുരുസ്ഥാനത്തേക്ക് ഭാരതം സഞ്ചരിക്കുന്നതിന് ആവശ്യമായ ആ പരിണാമം, ആ കാവി വർണ്ണം, ഉദയത്തിൻ്റെതായ പൊൻകിരണങ്ങൾ അത് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്നു. അങ്ങനെ ആശ വളർത്തുന്നതായ പ്രതീക്ഷാ നിർഭരമായ ഒരു കാലഘട്ടത്തെ സൃഷ്ടിക്കുന്നതിന് പ്രശസ്തിയും ഒന്നും ആഗ്രഹിക്കാതെ സ്വയം ജീവിതം സമർപ്പിച്ച ആ മഹത്തായ ഡോക്ടർ ജിയുടെ ജീവിതത്തെയാണ് സ്വയം സേവകർ ഈ ഗീതത്തിലൂടെ സ്മരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ഈ വരികൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തുന്നത്.